ശ്രീ സുധു, മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ആയാലും വാതിൽ തുറന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തി, ലീഗ് ആയാലും അപ്പോൾ പറഞ്ഞ കാര്യമുണ്ടെന്ന് പ്രതികരണം നടത്തി. അപ്പോൾ ഇവിടെയുള്ള അൻവറിനെ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് DMK-യുമായി ബന്ധമാകാം എന്ന് ആലോചിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. കേരളത്തിലിപ്പോ ഇന്ത്യ മുന്നണി പെട്ട കക്ഷികളാണെന്ന് പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസിലേക്ക് പോകുക, ലീഗിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ 50% കൂടെ മഹാഭൂരിപക്ഷം കേരളപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ ആളുകൾക്ക് വേദനയാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് അൻവർ മുതിരില്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇപ്പൊ കോൺഗ്രസിലേക്ക് പോവുക, ലീഗിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് അതേ രൂപത്തിൽ ഉൾക്കൊള്ളാൻ ഇപ്പൊ നിലവിൽ അൻവറിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് കഴിയില്ലല്ലോ. അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒരു പക്ഷേ DMK-യുടെ ഒരു പ്രതിനിധി ആ യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അതെ, സെന്തിൽ ബാലാജിത്ത് DMK സംസ്ഥാന സെക്രട്ടറി ശ്രമിക്കും. ഒരു മണിക്കൂറിനുള്ളിൽ അതിന്റെ സംബന്ധിച്ച വിവരം കിട്ടും. ശരി, അപ്പോൾ സ്റ്റാലിനെ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് നമ്മൾ നൽകുന്നത്, അല്ലേ? അതെ. അപ്പോൾ അൻവർ എപ്പോഴാണ് തിരിച്ചു മടക്കം എപ്പോഴാണ്? അവിടെ സ്റ്റാലിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണല്ലോ മടങ്ങാൻ സാധിക്കുക. അപ്പോൾ കൃത്യ സമയം പറയുന്നത് ശരിയാവില്ല. നാളെ വൈകുന്നേരമാണല്ലോ പരിപാടി, സമയമുണ്ട്. അതെ, അതെ. വളരെ നന്ദി ശ്രീ സുധു, വിശദമായി തന്നെ പ്രതികരിച്ച്